പ്രവാസം ചിലർക്ക് വെറുമൊരു തൊഴിലിടം മാത്രമായിരിക്കാം. എന്നാൽ മറ്റുള്ളവർക്ക് അത് തങ്ങളുടെ ഉള്ളിലെ പ്രതിഭയെ തിരിച്ചറിയുവാനുള്ള ഒരു കഠിനമായ തപസ്യയാണ്. കുവൈറ്റിന്റെ മണ്ണിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി വനിത. ജോലിയുടെ തിരക്കുകൾക്കും നാട്ടിലെ കുടുംബത്തെ പിരിഞ്ഞിരിക്കുന്നതിന്റെ ഏകാന്തതകൾക്കും ഇടയിൽ അവർ അഭയം തേടിയത് സ്വന്തം കൈപ്പിടയിൽ കുറിച്ചിട്ട കവിതകളിലായിരുന്നു. ഇന്ന് 150-ലധികം മനോഹരമായ ഗാനങ്ങളുടെ രചയിതാവായി മാറിയിരിക്കുകയാണ് കുവൈറ്റിലെ ഷെയ്ഖ് പാലസിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്ന വിജി മോൾ. പ്രാർത്ഥനകളിൽ തുടങ്ങി മരുഭൂമിയിലെ കൊട്ടാരമുറ്റത്ത് അറബിക് ഗാനങ്ങളുടെ വരെ ഈണമായി മാറിയ വിജി മോളുടെ അപൂർവമായ സംഗീത ജീവിതത്തിന്റെ കഥ കാണാം. തന്റെ ഡയറി കുറിപ്പുകൾ പിന്നീട് വിജിമോളെ എത്തിച്ചത് മലയാള സംഗീത ലോകത്തിന്റെ മുൻനിരയിലേക്കാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഒരു സംഗീത സംവിധായകനെ പരിചയപ്പെടുകയും ആ വരികൾക്ക് ഈണം പിറക്കുകയും ചെയ്തതോടെ 150-ലധികം ഗാനങ്ങൾ ഈ നേഴ്സിന്റെ പേരിൽ ഇന്ന് കുറിക്കപ്പെട്ടിരിക്കുന്നു. താൻ ജോലി ചെയ്യുന്ന കൊട്ടാരത്തിലെ ഷെയ്ഖയുടെ പിന്തുണയോടെ അറബിയിലും മലയാളത്തിലുമായി വിജിമോൾ ഒരുക്കിയ ഗാനങ്ങൾ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. മരുഭൂമിയിലെ പ്രവാസ പകലിന്റെ തിരക്കുകളിൽ നിന്നും ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ നിന്നും ഒരു സ്ത്രീ അക്ഷരങ്ങളിലേക്ക് അഭയം തേടി. ഇന്ന് കുവൈറ്റ് ഷെയ്ഖ് പാലസിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്ന വിജി മോൾ ഒരു സാധാരണ പ്രവാസിയെ പോലെ സാമ്പത്തിക ഭദ്രതയും മക്കളുടെ നല്ല ഭാവിയും മാത്രം സ്വപ്നം കണ്ട് കുവൈറ്റിലേക്ക് വിമാനം കയറിയ വിജിമോളുടെ മനസ്സ് നിറയെ വലിയ ലക്ഷ്യങ്ങളായിരുന്നു. ഞാൻ കുവൈറ്റിലേക്ക് വരും, അന്ന് എനിക്ക് എല്ലാവരെയും പോലെ ജോലി ചെയ്ത് ധാരാളം പൈസ ഉണ്ടാക്കണം, എനിക്ക് വീട് വയ്ക്കണം, മക്കളെ നന്നായി പഠിപ്പിക്കണം. കാരണം 2 കുട്ടികളുണ്ട്, അവർ നന്നായി പഠിപ്പിക്കണം. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ തന്നെയായിരുന്നു. അതെല്ലാം എനിക്കിപ്പോൾ ഈ നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാം ഫുൾഫിൽ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹോം നേഴ്സായും പിന്നീട് കമ്പനി സ്റ്റാഫായും നീണ്ട 16 വർഷത്തെ കഠിനാധ്വാനം. പ്രവാസത്തിന്റെ ആദ്യ നാളുകളിൽ നാട്ടിലെ കുടുംബത്തെയും പ്രത്യേകിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെയും പിരിഞ്ഞിരിക്കേണ്ടി വന്ന ഒരു അമ്മയുടെ വിങ്ങലായിരുന്നു വിജിമോളുടെ മനസ്സ് നിറയെ. ഫോൺ കോളുകൾ പോലും പരിമിതമായിരുന്ന ആ നാളുകളിൽ, ഏകാന്തതയുടെ ആ കഠിനമായ രാത്രികളിൽ വിജിമോൾക്ക് കൂട്ടായിരുന്നത് ഒരു ഡയറിയും പേനയും മാത്രമായിരുന്നു. ഡയറിത്താളുകളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ആ വരികൾക്ക് കാലം കരുതി വെച്ചത് മറ്റൊരു നിയോഗമായിരുന്നു. അനുഭവം ഒരു ഗുരുവാണെന്ന്, അതിശയം ഇത് കഥയാണെന്നോ, കരുതരുതൊരു കാര്യം ചൊല്ലാം കേള്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു സംഗീത സംവിധായകൻ വിജിമോളുടെ വരികൾക്ക് ഈണമിട്ടതോടെ ആ കവിതകൾ മനോഹരമായ ഗാനങ്ങളായി മാറി. ഇന്ന് ഒന്നിനു പുറകെ ഒന്നായി 150-ലധികം ഗാനങ്ങളാണ് വിജിമോളുടേതായി പുറത്തിറങ്ങിയിട്ടുള്ളത്. കണ്ണീരും കഠിനാധ്വാനവും നിറഞ്ഞ പ്രവാസ ജീവിതത്തെ സംഗീതം കൊണ്ട് ധന്യമാക്കിയ വിജിമോൾ തൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് ഇന്ന് സംതൃപ്തയാണ്. നേഴ്സിംഗ് എന്ന പുണ്യപ്രവൃത്തിക്കൊപ്പം അക്ഷരങ്ങളെയും നെഞ്ചിലേറ്റുന്ന ഈ പ്രവാസി മലയാളി പ്രവാസ ലോകത്തെ ഓരോ സ്ത്രീക്കും വലിയൊരു പ്രചോദനമാണ്. മുരളിയപ്പാടത്തെന്ന് പറഞ്ഞൊരു മാഷിനെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ ഞാൻ പിന്നെ അദ്ദേഹത്തിന് ഈ ഇതൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി വായിച്ചിട്ട് പുള്ളിക്കാരൻ അതിങ്ങനെ പാടി കേൾപ്പിച്ചപ്പം, ആദ്യമായിട്ട് അതൊരു ഈശോയുടെ പാട്ടായിരുന്നു, പാടി കേൾപ്പിച്ചപ്പം അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ എഴുതിയ വരികൾ ഒരാളിങ്ങനെ പാടി കേൾപ്പിക്കുമ്പം എന്തോ വലിയ സ്വർഗം കിട്ടിയ പോലെ ഒരു അനുഭൂതിയായിരുന്നു അന്ന്. അത് ആദ്യമായിട്ടായിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 10 പാട്ട് ഒരുമിച്ച് അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് ചിട്ടപ്പെടുത്തി. കുറച്ച് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യേണ്ടി വന്നു, അതൊരു കുറേ പാട്ടുകളാവാനായിട്ട്. അങ്ങനെ ഭക്തിഗാനങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് എഴുതി ഒരു ആൽബമായിട്ട് പുറത്തിറങ്ങുന്നത്. ആദിയിൽ പൂജിക്കുമാനന്ദമൂർത്തി, ആർക്കുമേ ആരാധനാകുന്ന സത്തേ. ആദിയിൽ പൂജിക്കുമാനന്ദമൂർത്തി, ആർക്കുമേ ആരാധനാകുന്ന സത്തേ. ആദിയും അന്ത്യവും നീ തന്നെയല്ലോ, ആകുലമെല്ലാം അകറ്റുന്ന ദേവാ. ആദിയും അന്ത്യവും നീ തന്നെയല്ലോ,
മലയാളത്തിൽ മാത്രമല്ല തമിഴ് സംഗീത ലോകത്തും ഇന്ന് വിജിമോൾ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചു കഴിഞ്ഞു. 10ാം ക്ലാസ് വരെ തമിഴ്നാട്ടിൽ പഠിച്ച വിജിമോൾക്ക് ഭാഷയോടുള്ള പ്രണയം വരികളെ ഏറെ മനോഹരമാക്കി മാറ്റാൻ സഹായിച്ചു. അവിടെ തുടങ്ങുന്നതായിരുന്നു വിജിമോളുടെ തമിഴ് ഗാനങ്ങളുടെ ജൈത്രയാത്ര. ആ തുടക്കത്തെക്കുറിച്ചും പിന്നീട് സിനിമാ ലോകത്തേക്ക് വഴി തുറന്നതിനെക്കുറിച്ചും വിജിമോൾ പറയുന്നു. തവിത്തേനെ ഒன்று பார்க்க இன்று முதலில் நீ பார்த்த நள்ளிரவில் என் காதில் ஒரு கவிதை நீ சொல்ல அன்பே அன்பே. സിനിമ എന്താണെന്ന് വെച്ചാൽ മൊരടൻ എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയ കൊറോണയുടെ സമയമായതുകൊണ്ട് ആ സിനിമ ചെയ്ത് തീർക്കാൻ പറ്റിയില്ല അവർക്ക്. പിന്നെ പാട്ട് വൈറലായിരുന്നു, ഒരു 2-3 പാട്ട് അതിനകത്തുണ്ടായിരുന്നു. വെറുമൊരു തുടക്കക്കാരിയിൽ നിന്ന് ഇന്ന് 50-ലധികം തമിഴ് ഗാനങ്ങൾ എഴുതിയ പരിചയസമ്പന്നയായ ഒരു ഗാനരചയിതാവിലേക്ക് വിജിമോൾ വളർന്നു. ആ വളർച്ച അവരെ എത്തിച്ചത് വെള്ളിത്തിരയുടെ വലിയ ലോകത്തേക്കായിരുന്നു. മുരടൻ എന്ന ചിത്രത്തിന് പുറമെ പ്രശസ്ത നടൻ ഭീമരഘു സംവിധാനം ചെയ്ത ചാണ എന്ന ചിത്രത്തിലെ ഒറ്റയടിപ്പാതയിലെ എന്ന ഗാനം ഉൾപ്പെടെ 2 തമിഴ് പാട്ടുകൾ വിജിമോളുടേതായി സിനിമയിൽ പുറത്തിറങ്ങി. ചാണ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭീമരഘു സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ. അതിനകത്ത് 2 തമിഴ് പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടും ഒറ്റയടിപ്പാതയിലെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടും നല്ല പാട്ടായിട്ട് എല്ലാവരും പറയുന്നത് കേൾക്കാം. ஒத்தையடி பாதையிலே நித்தமின்று தேடுதடி சுத்தமடி பார்வையிலே வெத்தல போல் வாடுதடி என்னம்மா பார்க்கிறாங்க கண்ணம்மா போகிறாங்க என்னம்மா பார்க்கிறாங்க கண்ணம்மா போகிறாங்க முத்தம்மா நீ கொடுத்த வைரங்கள் நான் எடுத்தேன். ഡയറിത്താളുകളിൽ ഒതുങ്ങിയിരുന്ന വിജിമോളുടെ വരികൾക്ക് ഒരു പുതിയ ജീവൻ ലഭിക്കുന്നത് അവർ ജോലി ചെയ്യുന്ന കുവൈറ്റിലെ ഷെയ്ഖ് പാലസിൽ വെച്ചാണ്. വെറുമൊരു മരുഭൂമിയായി കിടന്നയിടത്തെ ഒരു മനോഹരമായ ഉദ്യാനമാക്കി മാറ്റിയെടുക്കാൻ അവിടുത്തെ ഷെയ്ഖ് എടുത്ത പ്രയത്നം വിജിമോളെ ഏറെ ആകർഷിച്ചു. അങ്ങനെ ആ കഠിനാധ്വാനത്തെക്കുറിച്ച് എഴുതാൻ വിജി തീരുമാനിക്കുകയായിരുന്നു. അവിടത്തേക്ക് എത്തുന്ന അതിഥികളെ സ്വാഗതം ചെയ്യാനായി മലയാളത്തിൽ എഴുതിയ വരികൾ പിന്നീട് അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. ഈ എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഗാർഡൻ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ആ ഗാർഡനിൽ എല്ലാ വർഷവും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വിജി നീ ഒരു പാട്ട് എഴുത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വലിയൊരു ഗാർഡനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഗാർഡനെ കുറിച്ചിട്ട് പ്രകൃതിയെക്കുറിച്ചിട്ടാണ് ശരിക്കും. കാരണം മാഡം ഒരുപാട് ഈ പ്രകൃതി സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും. ഇവിടെ എല്ലാത്തരം സസ്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള എല്ലാ മരങ്ങളും ഫലങ്ങളും എല്ലാം ഉണ്ട്, പുഷ്പങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അത്രയ്ക്കും നന്നായിട്ട് ഈ ഗാർഡൻ അവർ നോക്കുന്നുണ്ട്. അതിഥികളെ സ്വീകരിക്കാൻ എഴുതിയ ആ വരികൾ വിജിമോളുടെ ജീവിതത്തിലേക്കുള്ള വലിയൊരു സ്വീകരണമായി മാറുമെന്ന് അവർ കരുതിയിരുന്നില്ല. വരികൾ വായിച്ച ഷെയ്ഖയ്ക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെടുകയും അതൊരു പാട്ടാക്കി മാറ്റാൻ വിജിമോൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയുമായിരുന്നു. സംഗീത സംവിധായകൻ മുരളി അപ്പാടത്തിന്റെ ഈണത്തിൽ സിയാവുൽ ഹക്ക് ആലപിച്ച ആ ഗാനം വിജിമോളുടെ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറി. പല രാജ്യത്തുനിന്നും ആളുകൾ വരും. അപ്പോൾ അവരെല്ലാവരും ഇത് കാണാൻ വരുന്നത് കൊണ്ട് ഞാൻ മനസ്സിലോർത്തു ഇവരെ ഒരു വെൽക്കം ചെയ്യുന്ന പോലെ ഒരു 4 വരി വെൽക്കം ചെയ്യാനായിട്ട് ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അത് മലയാളത്തിൽ തന്നെ ഞാൻ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഈ ഒരു ഉദ്യാനത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മധു ചഷകം നിറച്ച് നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ എഴുതി. എന്നിട്ട് പിന്നെ ഞാൻ അതിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെയാണ് ആ പാട്ട് ജനിക്കുന്നത്. ശരിക്കും അതിൻ്റെ ആ ഒരു മ്യൂസിക്കും എല്ലാം ഞാൻ തന്നെയാണ് ശരിക്കും അത്
തുടക്കമിട്ട് അത് ഞാൻ മാഷോട് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ ചെയ്തു. അത് വളരെ നന്നായിട്ട് തന്നെ പുള്ളിയും പിന്നെ അതിനെ ഒരു നന്നായി കോർഡിനേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി ആ പാട്ട് മാഡത്തിനെ കേൾപ്പിച്ചപ്പം ഭയങ്കര സന്തോഷം. പ്രതിഭകൾ എവിടെയായിരുന്നാലും അത് ഒരു നാൾ പുറത്തു വരുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് വിജിമോൾ. പ്രവാസത്തിന്റെ ഏകാന്തതകളിൽ തളർന്നു പോകാതെ വരികളിലൂടെ ഒരു പുതിയ സംഗീത സാമ്രാജ്യം തന്നെ ഇവർ കെട്ടിപ്പടുത്തു. ഉള്ളിലെ സങ്കടങ്ങളെ പ്രാർത്ഥനകളായും പിന്നീട് ആ പ്രാർത്ഥനകളെ ജനപ്രിയ ഗാനങ്ങളായി മാറ്റിയെടുത്ത വിജിമോളുടെ ഈ ജീവിതം പ്രതിസന്ധികളിൽ തളരുന്ന ഏതൊരു പ്രവാസിക്കും, പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന ആരോഗ്യ മേഖലയിലെ സമൂഹത്തിന് വലിയ പ്രചോദനം തന്നെയാണ്. മനസ്സിൽ ഒന്നിനോടും മടുപ്പ് തോന്നാത്ത ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ പ്രവാസത്തിന്റെ ഏകാന്തതയെ പോലും അതിമനോഹരമായ ഒരു ഈണമാക്കി മാറ്റാൻ കഴിയുമെന്ന് വിജിമോൾ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. കുവൈറ്റിലെ കൊട്ടാരമുറ്റത്തു നിന്ന് ഇനി അറബിക് ഗാനങ്ങളുടെ വലിയൊരു ലോകത്തേക്കാണ് വിജിമോൾ ചുവടുവെക്കുന്നത്. ആ വരികൾക്ക് ഇനിയും മനോഹരമായ ഈണങ്ങൾ പിറക്കട്ടെ.